1498 വാസ്കോഡി ഗാമ കാപ്പാട് കടപ്പുറത്ത് വന്നിറങ്ങിയത്. 160 പേരുമായാണ് അദ്ദേഹം കപ്പൽ യാത്ര തുടങ്ങിയത്. കാപ്പാട് വന്നിറങ്ങിയപ്പോൾ 60 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 100 പേർ കടലിൽ വെച്ച് തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. വിറ്റാമിൻ സി അന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. വെജിറ്റബിളുകളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും മാത്രമായിരുന്നു വിറ്റാമിൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്ന് കപ്പലുകളിൽ ഫ്രീസർ ഉണ്ടായിരുന്നില്ല. അതുമൂലം അരി, ബിസ്ക്കറ്റ്, ഗോതമ്പ് മുതലായവ ഭക്ഷിച്ച് മാത്രമാണ് അവർ സഞ്ചരിച്ചിരുന്നത്. വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് അസോർബിക് ആസിഡ് അഥവാ വിറ്റാമിൻ സി കണ്ടുപിടിക്കപ്പെട്ടത് പിന്നീട് ശാസ്ത്രജ്ഞന്മാരാണ്. ഇതിലേറ്റവും അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് 2 പ്രാവശ്യം നോബൽ പ്രൈസിന് അർഹനായ ഡോക്ടർ ലൈനസ് പാളിംഗ്. അദ്ദേഹം വിറ്റാമിൻ സിയെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തുകയുണ്ടായി. 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾ ദിവസവും 500 ml വിറ്റാമിൻ സി കഴിക്കുകയാണെങ്കിൽ അവർക്ക് മിക്ക രോഗങ്ങളും വരില്ല എന്ന് അദ്ദേഹം കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വലിവ് കുട്ടികളിൽ തടയുന്നതിന് 1 ഗ്രാം വീതം വിറ്റാമിൻ സി നൽകിയാൽ മതിയെന്നും അദ്ദേഹം കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് വിറ്റാമിൻ സിയെക്കുറിച്ചും മറ്റു വിറ്റാമിനുകളെക്കുറിച്ചും പിന്നീട് ശാസ്ത്രലോകം മനസ്സിലാക്കിയത്. വിറ്റാമിൻ എ, സി, ഇ എന്നിവ ആന്റി ഓക്സിഡന്റുകൾ പ്രദാനം ചെയ്യുന്ന പ്രധാന വിറ്റാമിനുകളാണ്. 6 വിറ്റാമിനുകളാണ് നമുക്ക് ആകെ ഉള്ളത്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി എന്നിവയാണ്. ഇവയ്ക്കും ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള കഴിവുകളും അവ ലഭിക്കുന്ന ആഹാരങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായി അടുത്ത എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ട് വിശേഷിച്ച് കപ്പൽ യാത്രക്കാർ വളരെ പേർ മരിച്ചിരുന്നു. 1 ഗ്രാം വീതം വിറ്റാമിൻ സി കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള ആസ്മ കുറയുമെന്നും 500 ml വീതം വിറ്റാമിൻ സി കഴിക്കുകയാണെങ്കിൽ 60 വയസ്സിന് മേലുള്ളവർക്ക് പലവിധം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്നും ഡോക്ടർ ലൈനസ് പാളിംഗ് കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ വിറ്റാമിനുകളെക്കുറിച്ചും അവ ലഭിക്കുന്ന പഴം, പച്ചക്കറി എന്നിവയെക്കുറിച്ചും എൻ്റെ വിശദമായ ക്ലാസുകൾ അടുത്ത എപ്പിസോഡുകളിൽ വിവരിക്കുന്നതാണ്. നമസ്കാരം.